ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ 1-2 ദിവസത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച റിയാദിൽ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, ജാനിസ്കി, ലീനും കുട്ടികളൊക്കെ. അപ്പോൾ അവരുടെ കൂടെയുള്ള കുറച്ച് വിശേഷങ്ങളുണ്ട് ഈ ഒരു വ്ളോഗിൽ. അതുപോലെ സെപ്റ്റംബർ 15-ന് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. വീട്ടിലെല്ലാവർക്കും പനി പിടിച്ചിട്ട് കിടപ്പിലായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മോൾക്ക് വിഷമമാണ്. അപ്പോൾ ജാനിസ്കീറ്റും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അവരും കൂടെ വന്നിട്ട് പാർട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ മിസ്സാവാതെ കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ജാനിസ്കി, ലീനും കുട്ടികളും വീട്ടിലേക്ക് വന്നത്. അന്ന് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ജാനിസ്കാനി, ലീനുവിൻ്റെയും കുട്ടികളൊക്കെ കാണുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. റിയാദിലുള്ള സമയത്ത് ഞങ്ങൾ എപ്പോഴും കൂടാറുള്ളതാണ്. ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ എല്ലാവരും കൂടാറുള്ളതാണ്. അപ്പോൾ അവിടുന്ന് എപ്പോഴും കാണും, വർത്താനം പറയുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും കാണാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബീച്ചിലേക്കാണ് പോയത്. കുട്ടികൾക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒബോർ ബീച്ചിലേക്കാണ് പോയത്. ഈ ഒരു ബീച്ചിൽ പോയതിന് ശേഷം മോൾക്ക് വേറെ ബീച്ചിലൊന്നും പോണത് ഇഷ്ടമല്ല. ഈ ഒരു ബീച്ചിൽ പോണത് മാത്രമാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും കൂടെ ഒബോർ ബീച്ചിലേക്ക് പോയി. ചിക്കൻ്റെ മോങ്ങാണല്ലോ തിരിഞ്ഞൊക്കെ ചെയ്യാം. ഫുള്ള് അങ്ങനെ പോലെ അതിനുള്ള തിരിഞ്ഞു വരുന്നത്. ഈ ഒരു ബീച്ച് അവർക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അവർ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബീച്ചിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പൊരു വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. നല്ല അടിപൊളി ബീച്ചാണ്. ജിദ്ദയിലുള്ളവർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ബീച്ചാണ്. 2-3 മണിക്കൂർ ബീച്ചിൽ ചിലവഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. കുട്ടികൾക്കൊന്നും ബീച്ചിൽ നിന്ന് തിരിച്ചു പോരാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു. കുറച്ച് സമയം കൂടി കളിക്കാമെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടെ ഒക്കെ കളിച്ചതിന് ശേഷം വേഗം തിരിച്ചു പോരുക ചെയ്തത്. പിന്നെ ഞങ്ങൾ പോയത് അസ്വാനിലേക്കാണ്. മർവാനി ഡാമും അതിനടുത്തുള്ള ഫാമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഫാമിൻ്റെ അടുത്തൊന്നും ഷോപ്പൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ സാൻഡ്വിച്ചും ജ്യൂസും വാങ്ങാൻ വേണ്ടിയാണ്ട് നിർത്തിയതായിരുന്നു. ജ്യൂസും സാൻഡ്വിച്ചൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പോരുന്ന വഴിയിൽ നിറയെ ഒട്ടകങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഇത്ര ഒട്ടകങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇപ്രാവശ്യം നല്ലോണം ഒട്ടകങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒട്ടകങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മരുഭൂമിയിലേക്ക് വണ്ടി കയറ്റിയതായിരുന്നു. അപ്പോൾ ഒരുപാട് ഒട്ടകങ്ങളുണ്ട് ഇപ്രാവശ്യം. ഈ അസ്ഫാനിലേക്കുള്ള യാത്ര നല്ലൊരു അടിപൊളി യാത്രയാണ്. നല്ല കയറ്റവും ഇറക്കമൊക്കെ ഉള്ള റോഡുകളാണ്. അപ്പോൾ അതിലൂടെയുള്ള യാത്ര നല്ല അടിപൊളിയാണ്. അവർക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. അവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ഫാമിലിപ്പോൾ ചക്കയും മാങ്ങയൊന്നുമില്ല. ചക്കൻ്റെയും മാങ്ങൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ അതിലുള്ളത് വാഴകളാണ്. നല്ലോണം പഴങ്ങളുണ്ട് ഈ ഒരു ഫാമിൽ.
ഈ ഒരു ഫാമിൽ ചക്കയും മാങ്ങയൊക്കെ ഉള്ള ടൈമിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നല്ല അടിപൊളി ചക്കയും മാങ്ങയൊക്കെ ആയിരുന്നു. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. നമ്മളെ അവരവിടുന്ന് അത് പറിക്കാനും കഴിക്കാനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ഉള്ള ടൈമിൽ ജിദ്ദയിലുള്ളവർ പോകാൻ പറ്റുന്നവരൊക്കെ പോയി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഫാമാണ്. ഇപ്പോൾ പഴങ്ങളും നാരങ്ങയും മാത്രമാണ് ഈ ഒരു ഫാമിലുള്ളത്. ഇപ്രാവശ്യം നല്ലോണം നാരങ്ങ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര നാരങ്ങ ഉണ്ടായിരുന്നില്ല, കുറച്ചേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നല്ലോണം നാരങ്ങ ഉണ്ട്. നിലത്തൊക്കെ നല്ലോണം പഴുത്ത് ചാടി കിടക്കുന്നുണ്ടായിരുന്നു. ലീനുവിനും ജാനിസ്കാക്കും കുട്ടികൾക്കൊക്കെ ഈ ഫാം നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. നാട്ടിലെത്തിയ പോലെ എന്ന് പറയായിരുന്നു അവർ. ചക്കയും മാങ്ങയൊക്കെ ഉള്ള ടൈമിൽ വരാൻ പറ്റാത്തതിൽ അവർക്ക് നല്ല വിഷമമുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ചക്കയും മാങ്ങയൊക്കെ ഉള്ള ടൈമിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാമൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട ശേഷം ഞങ്ങൾ അവിടുന്ന് ഒരു വാഴക്കൊല വാങ്ങി. അവരവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാം. അപ്പോൾ ഞങ്ങളൊരു വാഴക്കൊല വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കൊലപാതകം വേറെ നമ്മളെടുത്ത വാഴൻ്റെ എണ്ണിത്തണ്ടും കൂടെ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങളവിടെയൊക്കെ എണ്ണിത്തണ്ട് എന്നാണ് പറയുക. ചില സ്ഥലങ്ങളിലൊക്കെ എണ്ണിക്കാമ്പ് എന്നും പറയും. പിന്നെ കുറച്ച് വാഴയിലയും കൂടെ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. വാഴക്കൊല കൊണ്ടുള്ള സൗകര്യത്തിന് അവർ കട്ട് ചെയ്ത് കണ്ട് പീസാക്കി തരുമായിരുന്നു. നമ്മളെടുക്കുന്ന വാഴക്കൊലൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് അവർ റേറ്റ് പറയുന്നത്. ഇത് നമ്മളെ നാട്ടിലെ പഴമൊന്നുമല്ല, ഇവിടെ സാധാരണ കിട്ടുന്ന പഴമാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പഴവും വാഴൻ്റെ എണ്ണിത്തണ്ടൊക്കെ എടുത്തുകൊണ്ട് മടങ്ങി. പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഫാമിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചക്കയും മാങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വേറെ അധികം കാണാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഫാമിൽ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് മറുവാനി ഡാമിലേക്കാണ്. ഈ മറുവാനി ഡാമിൽ നമുക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ കുളിക്കാൻ ഇറങ്ങാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ അവിടെ നോക്കുമ്പോൾ നമ്മൾ ഇറങ്ങണ ഭാഗത്ത് നിറച്ച് ചെളിയായിരുന്നു. അപ്പോൾ പിന്നെ ആർക്കും ഇറങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുക ചെയ്തത്. ഞങ്ങൾ അവിടുന്ന് ഉച്ചയ്ക്ക് തന്നെ മടങ്ങി. രാത്രിയാണ് മോളുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടാക്കിയത്. ഞാൻ അധികം ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ബട്ടർ സ്കോച്ച് ക്യാരറ്റ് പുഡിംഗ് ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പുഡിങ് റെഡിയാക്കി സെറ്റാക്കാൻ വെച്ച ശേഷം ഞാൻ പിന്നെ മന്തിയാണ് ഉണ്ടാക്കിയത്. ഞാൻ ചെമ്മീൻ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. മന്തി റെഡിയാക്കിയ ശേഷം പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഉണ്ടാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ചിക്കനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എഗ് ഫ്രൈഡ് റൈസും ഡ്രൈ ചില്ലി ചിക്കനുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഉണ്ടാക്കാൻ ഇന്ന് ലിനുവും മുനിയും കുഞ്ഞിയും എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഫുഡ് റെഡിയാക്കിയിട്ടുള്ളത്. ചില്ലി ചിക്കൻക്കുള്ള ചിക്കന് വറുത്തെടുത്ത ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ക്യാപ്സിക്കം എല്ലാതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിന് ശേഷം അതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിൽ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കളറിന് പകരം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
സോസുകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനുള്ളൂ. ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സലാഡാണ്. സലാഡിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെസിപ്പി ഒന്നും ഉൾപ്പെടുത്താത്തത്. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു സലാഡാണിത്. പിന്നെ കുറച്ച് കപ്പയും ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഫിഷ് കിട്ടാത്തതുകൊണ്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. കപ്പൻ്റെ കോമ്പിനേഷന് നല്ല മുളകിട്ട ഫിഷ് കറി തന്നെയാണ്. പിന്നെ കുറച്ച് സേമിയ പായസം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ജാനിസ്കി ലിനുവും കൂടാതെ ഞങ്ങളുടെ വേറെയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മോളുടെ ബർത്ത്ഡേ പാർട്ടിക്ക്. മജാക്കി ഷഹീദയും കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഫിറോസും മുനിയും കുട്ടിയുണ്ടായിരുന്നു. പിന്നെ മാനുപ്പിയും കുഞ്ഞും മിച്ചും ഒക്കെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടിക്ക്. മജാക്കി ഇക്ക് നാട്ടിൽ നിന്നുള്ള കൂട്ടുകാരാണ്, അവർ ഒരേ നാട്ടുകാരുമാണ്. പിന്നെ ഫിറോസും മുനി അവർ റിയാദിലായിരുന്നു. അവരിപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഇങ്ങോട്ട് മാറിയിട്ട്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരെയും റൂം. മോൾക്ക് ബർത്ത്ഡേക്ക് എല്ലാവരും ഉണ്ടാവുന്നതാണ് സന്തോഷം. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഉണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് പാർട്ടി ഉണ്ടാക്കാഞ്ഞിട്ട് മോൾക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ മോളെ വിഷമമൊക്കെ മാറി. മോളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികളെ സന്തോഷമല്ലേ നമുക്ക് വലുത്. കേക്ക് ഞാൻ ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് വാങ്ങിയതാണ്. എല്ലാത്തിനും കൂടെ ഉള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ചോക്ലേറ്റ് കേക്കാണ് വാങ്ങിയത്. കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടം. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു. കേക്ക് കഴിച്ച ശേഷം വേഗം ഫുഡൊക്കെ റെഡിയാക്കിയാണ്ട് എടുത്ത് വെച്ചു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ടർ സ്കോച്ച് ക്യാരറ്റ് പുഡിങ്ങും സേമിയ പായസവും ചെമ്മീൻ മന്തിയും എഗ് ഫ്രൈഡ് റൈസും ഡ്രൈ ചില്ലി ചിക്കനും കപ്പയും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏതിൻ്റെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിച്ചാൽ മതി. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ചെമ്മീൻ മന്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാർട്ടിയിൽ ഞങ്ങളുടെ റിയാദിലുള്ള കുറേ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞങ്ങൾ റിയാദിലുള്ള എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടിയിൽ എല്ലാവരും മിസ് ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ജാനിസ്കാൻ്റെ സുഹൃത്തിനെയും ഫാമിലിനെയും കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ജാനിസ്കിൻ്റെ നാട്ടിൽ എടക്കരയാണ്. പിന്നെ ജാനിസ്കാൻ്റെ റിലേറ്റീവ്സൊക്കെ യൂട്യൂബേഴ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. മോംടാസ്റ്റിക്കിലെ ഷംസീറ, ടേസ്റ്റ് സ്റ്റോറിലെ ഷബ്നാസ്കർ, ഇവരൊക്കെ ജാനിസ്കാൻ്റെ റിലേറ്റീവ്സാണ്. ജാനിസ്കാൻ്റെ വൈഫ് ലിനു വർക്ക് ചെയ്യുന്നുണ്ട്. ലിനു എരിത്രിയൻ എംബസി സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ നാഷണൽ ഡേൻ്റെ ഒഴിവിനാണ് അവർ നമ്മളടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളടുത്ത് 2 ദിവസം നിന്നിട്ട് അവർ തിരിച്ചുപോയി. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ മിസ്സാവാതെ കാണാനും സാധിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഇങ്ങോട്ട് പോലെ
അതെന്തായാലും വീഡിയോ കൊടുക്കില്ല. മൊബൈലൊക്കെ ചാടിക്കണേ